നമസ്കാരം. തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ നീറിപ്പുകയുകയാണ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചെന്നും അവർ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം വരുത്തിയെന്നും എഴുതിയിരിക്കുന്ന അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കി. ജാള്യത മറയ്ക്കാൻ പോലീസ് ഭീഷണി മൂലമാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ച് ബി.ജെ.പി. ഇന്ന് മാർച്ച് നടത്തി. കൂടുതൽ പ്രതികരണം വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അനിൽ പ്രതിസന്ധിയിലായപ്പോൾ പാർട്ടി കൈവിട്ടു എന്ന വികാരത്തിലാണ് പ്രവർത്തകർ. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രീ ഷാബു പ്രസാദ്, വലത് സഹയാത്രികൻ ശ്രീ ആർ.വി. രാജേഷ്, കോൺഗ്രസ് ഡോക്ടർ ഷിജു ഖാൻ CPM എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, വളരെ വേദനാജനകമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേ ഫോറത്തിൽ, ഇതേ ചർച്ചയിൽ എൻ്റെ കൂടെ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ശ്രീ തിരുമല അനിൽ. അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന അന്വേഷണത്തിന് പ്രസക്തി ഉണ്ടല്ലോ. ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ ബി.ജെ.പി. ആരോപിക്കുന്നത് പോലെ പോലീസ് എന്തെങ്കിലും പറഞ്ഞെന്നോ CPM എന്തെങ്കിലും പറഞ്ഞെന്നോ ഒന്നും അല്ല, മറിച്ച് നമ്മുടെ ആൾക്കാരെ സഹായിച്ചതിന്റെ കിട്ടിയ വിനയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇക്കാര്യത്തിൽ ബി.ജെ.പി. ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ആ മരണമുണ്ടാക്കിയ അപ്രതീക്ഷിതമായ വേദനാജനകമായ ഒരു മരണമുണ്ടാക്കിയ ഒരു നടുക്കത്തിൽ നിന്ന് എന്നെപ്പോലുള്ളവരിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മോചിതരായിട്ടില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ തരത്തിലുള്ള ഇതുപോലെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. വലിയ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ബി.ജെ.പി. ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെയും ഒരു കാരണം അതൊക്കെ തന്നെയാണ്. ഇതുപോലുള്ള ഞാൻ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ അദ്ദേഹം വളരെ അങ്ങേയറ്റം കമ്മിറ്റഡായിട്ടുള്ള, വളരെ സമർപ്പിതനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള നല്ല ഒരു ജനപ്രതിനിധിയും നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. എന്ത് ചെയ്യാനാണ്, സംഭവിച്ചു പോയി. അതായത് ഈ മനുഷ്യർ ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിനെ അതിജീവിക്കാൻ അവരെത്രമാത്രം ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിനെ ഒന്ന് ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനുഷ്യരൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഉണ്ടാവുക. ആ ഒരു മാനസികാവസ്ഥയെ നമ്മുടെ ഒരു സാധാരണ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നതേ ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയാണ്. നമുക്ക് എന്തും പറയാം, പുറത്തു നിന്ന് നമുക്ക് എന്ത് അഭിപ്രായവും പറയാം. ബി.ജെ.പിക്ക് ഒളിച്ചോടാൻ പറ്റുമോ, ബി.ജെ.പി. അങ്ങനെയാണോ, ബി.ജെ.പി. ഇങ്ങനെയാണോ. അദ്ദേഹം ആ അവസ്ഥയിലെത്തി. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല. പക്ഷേ ചില നിമിഷങ്ങളിൽ ഈ മനുഷ്യനെ അഭിമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വല്ലാണ്ട് കീഴടക്കി കളയും. അതിനെ അതിജീവിക്കാൻ ഇനി എത്ര അനുഭവ സമ്പത്തുള്ള എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന രീതിയിലോ അത് അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതൊന്നും ആയിരുന്നില്ല. സംഘടന എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. ലോൺ അടയ്ക്കാനുള്ളവരോട് ലോൺ അടയ്ക്കാനും, അതേപോലെ ഡെപ്പോസിറ്റേഴ്സിനോടൊക്കെ ഇത്തിരി സമയം ചോദിച്ചും ഒക്കെ ആ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കോപ്പറേറ്റീവ് സെഗ്മെൻറ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പിന്നെ അവിടുത്തെ അറിയപ്പെടുന്ന വളരെ വലിയൊരു രാഷ്ട്രീയ നേതാവുമാണ്. അവിടെ രാഷ്ട്രീയ കാരണങ്ങൾ, രാഷ്ട്രീയ ശത്രുക്കൾ ഇതിനെ ഉപയോഗിക്കും. നാളെ അങ്ങനെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും വലിയ ആ രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ വിലയിരുത്താനേ പറ്റുള്ളൂ. ബി.ജെ.പി. ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇതിന് എന്ത് പറയാനാണ്? അല്ല, അവിടെയുള്ള ഒരു പ്രശ്നം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അങ്ങനെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നാൽ ആത്മഹത്യ ചെയ്യില്ലല്ലോ. പക്ഷേ കൂടെ നിന്ന ആളുകൾ എന്നെ വഞ്ചിച്ചു എന്നൊരു തോന്നൽ വന്നാൽ ഒരു പക്ഷേ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് തെളിവായി നമ്മുടെ മുമ്പിൽ ഇരിക്കെ
അങ്ങനെ അല്ലാതെ മറ്റൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്താൻ കഴിയും? അതാണ് ഞാൻ അഭിലാഷ പറഞ്ഞത്. നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് എന്ത് നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും? അദ്ദേഹം അങ്ങനെ ഒരു കത്തെഴുതി വെക്കുന്ന, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സാധാരണ ചിന്തകൾക്കപ്പുറമാണത്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ അതിന് തൊട്ട് മുമ്പുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയമായ രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആ മനുഷ്യൻ്റെ ചിതയടങ്ങുന്നിട്ട് പോലുമില്ല. അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക്, ഞാൻ ഇതിന് കഴിയുന്നതോ വേണ്ട എന്ന് വിചാരിച്ചതാണ് ചർച്ച. പക്ഷേ ഇങ്ങനെയെങ്കിലും പറയാൻ ഒരാളില്ലാതിരുന്നാൽ ആ ചർച്ച ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. വളരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. താങ്കളുടെ മാനസിക പ്രയാസം മനസ്സിലാക്കും. താങ്കൾക്ക് പരിചിതനായ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരാളുടെ മരണം സ്വാഭാവികമായും ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരാളാണ്. ആ ബുദ്ധിമുട്ട് സ്വാഭാവികമായും എനിക്കുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നീതി കിട്ടുക എന്നുള്ളത് ഈ മണിക്കൂറിലും അല്ലെങ്കിൽ ഈ നിമിഷത്തിലും ഈ ദിവസവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നവീൻ ബാബുവിൻ്റെ ഇതേപോലെയുള്ളൊരു ആത്മഹത്യയെക്കുറിച്ച് എത്രയോ ദിവസം ചർച്ച ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇനി ഇതുപോലൊരു മരണം ഉണ്ടാവാതിരിക്കാൻ അത് ജനങ്ങൾ അറിയേണ്ടതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷിജു ഖാൻ, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ 100% ആഴങ്ങളിലേക്ക് പോയി ഒരു വലിയ ഡിബേറ്റിലേക്ക് അതല്ലെങ്കിൽ തർക്കത്തിലേക്ക് പോകുന്നില്ല. BJP ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. നിങ്ങളുടെ ഒരു കൗൺസിലറെ, CPM-ൻ്റെ ഒരു മുട്ടത്തറയിലെ കൗൺസിലറെ അഴിമതിയുടെ പേരിൽ പിടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം വെളിവാക്കപ്പെട്ട സന്ദർഭത്തെ മറികടക്കാൻ ഇദ്ദേഹത്തിനെതിരെ കേസ് വരുമെന്ന ഭയത്താലാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് BJP-യുടെ പക്ഷം. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ തുടങ്ങുമ്പോൾ തന്നെ അഭിലാഷിനോടും സൂചിപ്പിക്കുകയുണ്ടായി, ഇത്തരം മരണങ്ങൾ, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, നമ്മളിൽ നിന്ന് വേർപെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ടവരുടെ ഇപ്രകാരമുള്ള വിയോഗങ്ങൾ വ്യക്തിപരമായി, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എനിക്കും ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിൽ ഞാൻ ആദ്യം തന്നെ ആ വേദന പങ്കുവയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, BJP സഹയാത്രികനായ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയൊക്കെ ഒരു സന്ദർഭത്തിൽ ഇപ്രകാരമുള്ള വിഷയങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാട് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ നമുക്ക് തിരുമല അനിലിൻ്റെ ആ മരണത്തിൽ ശ്രീ ഷാബു പ്രസാദും ആ വേദനയാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഞാനതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ ഒരു പൊതുപ്രവർത്തകൻ്റെ വിയോഗത്തെ അപ്രകാരം തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിട്ടൊന്നും ശ്രീ ഷാബു പ്രസാദ് ഞാനിതിനെ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഉപയോഗിക്കാറുമില്ല. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായും നമുക്ക് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടി വരും. ആ മരണത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരുടെയും മറ്റ് പാർട്ടികളിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ മനസ്സിലുള്ളപ്പോഴും, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ മനസ്സിലുള്ളപ്പോഴും ചില വസ്തുതകളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും ആ ആത്മഹത്യാ കുറിപ്പിനെ സംബന്ധിച്ചിവിടെ പറയുകയുണ്ടായി. ആ ആത്മഹത്യാ കുറിപ്പിൽ ഒറ്റ പൈസ പോലും ഞാൻ എടുത്തില്ല, ഇപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ മേലെ, നമ്മുടെ ആൾക്കാർക്ക് വായ്പ കൊടുത്തു, ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി തുടങ്ങിയ 2 പേജ് എന്ന ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ആൾക്കാർക്ക് വായ്പ കൊടുത്തു എന്ന് BJP-യുടെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ്, ഏതാണ്ട് 15 വർഷമായി BJP നയിക്കുന്ന ജില്ലാ ഫാം ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുകയാണ്. അത് പൊതുസമക്ഷം ചർച്ച ചെയ്യപ്പെടുകയാണ്. 15 വർഷത്തിലേറെയായി ഒരു സൊസൈറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന BJP-യുടെ നേതാവാണ് മരിച്ചുപോയത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള BJP-യുടെ നേതാക്കന്മാർ, പാർട്ടി പ്രവർത്തകർ, അംഗങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ ഭീമമായ വായ്പ എടുത്തതായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്.
റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് പിന്നെ അത്തരം അവസ്ഥകൾ സംബന്ധിച്ച വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അനിൽ അദ്ദേഹം മരണത്തെ സ്വയം വരിക്കുമ്പോൾ സ്വാഭാവികമല്ലേ ചോദ്യമുയരും, ആരൊക്കെയാണ് ലോൺ എടുത്തിട്ടുള്ളത്? BJPയുടെ നേതാക്കന്മാർ ബിനാമി ഇടപാടിൻ്റെ ഭാഗമായി ലോൺ എടുത്തിട്ടുണ്ടോ? വലിയ നിലയിൽ അപ്രകാരം ലോൺ എടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്, വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ BJP നേതാവ് നയിക്കുന്ന ഒരു ഭരണസമിതിയിൽ പലവിധ സമ്മർദ്ദങ്ങൾ കൊണ്ടും സൗഹൃദം കൊണ്ടും പിന്നെ ബിനാമി ഇടപാടുകളുടെ ഭാഗമായും അനധികൃതമായും ലോൺ കൈപ്പറ്റുകയും അത് തിരിച്ചടയ്ക്കാതിരിക്കുകയും ഭീമമായ ബാധ്യതയിലേക്ക് ഒരു സൊസൈറ്റി അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സൂചിപ്പിക്കേണ്ടി വരും. രണ്ടാമത്തെ വിഷയം, BJP നേതാക്കന്മാർ ഇതിൻ്റെ തുടക്കം മുതൽ അവരുടെ പ്രതികരണങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഒരു അങ്കലാപ്പിൽ അകപ്പെട്ടതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരെ തൻ്റെ സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധി ശ്രീ അനിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വരുന്നു. കണ്ട് സംസാരിച്ചിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ ഭീഷണി ഉള്ളതായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ CPIMൻ്റെ ഒരു പങ്ക് ഉള്ളതായിട്ടുമൊക്കെ വ്യാജമായ അഭിപ്രായങ്ങളാണ് BJPയുടെ നേതാക്കന്മാർ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. CPIMനോ പോലീസിനോ മറ്റ് സംവിധാനങ്ങൾക്കോ നിയമവിരുദ്ധമായിട്ട് BJPയുടെ വളരെ പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു നേതാവാണ് ഷാബു പ്രസാദ്. നമുക്കൊക്കെ എത്രയോ വർഷമായിട്ടറിയാം. അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാഴ്ത്തിയും ഒക്കെ പോകാൻ കഴിയുമോ? അതൊന്നുമല്ല. അടിസ്ഥാന പ്രശ്നം അങ്ങ് പറഞ്ഞ പോലെ അന്തസ്സും അഭിമാനവുമുള്ള ഒരു പൊതുപ്രവർത്തകൻ അങ്ങ് തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. താൻ കബളിപ്പിക്കപ്പെട്ടു, തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കോടികളുടെ തുക കൈപ്പറ്റുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ഇപ്രകാരം ഒരു മരണത്തിലേക്ക് തന്നെ തള്ളിവിട്ടതായും ഒരു ആത്മഹത്യാ കുറിപ്പിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മളൊന്നും പുതുതായി ഞാൻ പറയുന്നില്ല, ഒരു കാര്യം പോലും പുതുതായി പറയുന്നില്ല. വസ്തുതകൾ തീർച്ചയായിട്ടും പൊതുസമൂഹം ചർച്ച ചെയ്യണം. അത് ആ ചർച്ച ചെയ്ത് എന്താണ് സംഭവിച്ചത്, ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ്, ഇതിൻ്റെ പിന്നിലെ വസ്തുത എന്താണ്, ഇത് വിശദമായി പുറത്തു വരട്ടെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാബി രാജേഷ്, ഈ സഹകരണ സ്ഥാപനങ്ങളുടെ, സൊസൈറ്റികളുടെയും ബാങ്കുകളുടെയും ഒക്കെ തലപ്പത്തെ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ എത്തുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ഒരു സംവിധാനം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ കടം മുഴുവൻ ഒരാളുടെ ബാധ്യതയായി വരികയും സഹായം എവിടെ നിന്നും കിട്ടാതിരിക്കുകയും അയാൾ മരണം വരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഈ തരുണത്തിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് നടുക്കത്തോടു കൂടിയേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, ഒരു പൊതുപ്രവർത്തകന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ തിരുമല അനിലിൻ്റെ ഒരു മരണം നമ്മളൊക്കെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. ഇപ്പോൾ അഭിലാഷ് ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ ഇവിടെ ഈ ഫ്ലോറിൽ ചർച്ചയിൽ ഞാനും അദ്ദേഹവും അഭിലാഷോടൊപ്പം അല്ലെങ്കിൽ മാധുവിനോടൊപ്പം പല പ്രാവശ്യവും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടോ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളിലും പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരു നിമിഷം പെട്ടെന്ന് ഇല്ലാതാകുന്നു, അത് അദ്ദേഹം സ്വയം മരണത്തെ വരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഒന്നും ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കും, അതിനെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടൂളായി ഒരു മരണത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ പൊതുപ്രവർത്തകരും പലപ്പോഴും പല സർവീസ് സഹകരണ സംഘങ്ങൾ, മറ്റ് സംഘങ്ങൾ, അതുപോലുള്ള അതിൻ്റെ ഒക്കെ തലപ്പത്തിരിപ്പുണ്ട്. അതിലെല്ലാം പലയിടത്തും പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടായിരിക്കും സ്വാഭാവികമായും അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സംഘം തന്നെ 10-15 വർഷമായി അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന ഒരു സംഘമാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘം, ആ സംഘത്തെ ഏറ്റെടുത്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാരൊക്കെയാണ്, അല്ലെങ്കിൽ BJPയുടെ ഭാരവാഹികളായിട്ടുള്ളവരാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിട്ടുള്ളത്. അപ്പോൾ ആ സംഘം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ, അല്ലെങ്കിൽ ആ സംഘത്തെ നയിക്കുന്ന ആളുകളുടെ, ഇപ്പോൾ തിരുമല അനിലടക്കമുള്ള ആളുകളുടെ വ്യക്തിപരമായ സ്വാധീനത്തിൽ ആളുകൾ അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ടാകും. അത് അവരുടെ ഒരു വിശ്വാസമാണ്. ഇവിടെ പണം നിക്ഷേപിച്ചാൽ കിട്ടും എന്നുള്ളത് ആ സംഘത്തെ നയിക്കുന്ന ആളുകളിൽ കൂടിയുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ പണം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കുന്നത് അവരോട് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ പലപ്പോഴും അതിൻ്റെ പേരിലുള്ള ഒരു മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇത്തരമുള്ളൊരു സംഭവങ്ങളെ അതിനൊരു പൊളിറ്റിക്കൽ ടൂളായി, രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല.
ഇന്ന് വരെ ഇപ്പോൾ അഭിലാഷ് ആലോചിച്ചോ, ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നമ്മൾ നടത്തിയിട്ടില്ല ഔദ്യോഗികമായി. പക്ഷേ ഇന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്ക്, എല്ലാ മാധ്യമങ്ങളിലും തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJP CPM രാഷ്ട്രീയ പോര്, ഇതല്ലേ വാർത്ത. അപ്പോൾ എന്താണ് ഒരു മരണത്തെ അതിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് പരസ്പരം പോരടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിയിരിക്കുകയാണ്. നമ്മൾ അംഗീകരിക്കാൻ കഴിയും. ഇവിടെ ഷാബു പ്രസാദ് ആദ്യം പറഞ്ഞല്ലോ, ഇതിനെ രാഷ്ട്രീയമായി കാണാൻ കഴിയില്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരിക്കലും ശ്രമിക്കും. ആരാ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്? പക്ഷെ തിരുമല അനിൽ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ തൻ്റെ യൗവനവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടങ്ങൾ മുഴുവൻ ചെലവഴിച്ച, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച അതേ പാർട്ടി, ആ പാർട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് അതിനെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു മനുഷ്യത്വമുണ്ടോ അവർക്കൊക്കെ? ഏത് രീതിയിലാണ് അവരിതിനെ എടുക്കുന്നത്? അപ്പം ഞങ്ങളൊക്കെ ഇതിനെ കാണുന്നത് ഒരു പൊതുപ്രവർത്തകൻ ഇല്ലാതായത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അതിനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെ ഒരിക്കലും അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ കഴിയില്ല. മറുവശം CPM എന്താ ചെയ്യുന്നത്? CPM ഇന്ന് വാർഡുകൾ മാർച്ച് വഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ വർത്തമാന പത്രങ്ങളിലും ഉള്ളത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, BJPയുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതിനെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് ആ പാർട്ടിയിൽപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാകുന്ന ഏറ്റവും അടുപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത വാർഡിലുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ആ വാർഡിലുള്ള ഏറ്റവും അടുപ്പമുള്ള ആ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒക്കെ വലിയ വേദനയും ദുഃഖവും അവർക്ക് ഒക്കെ ഉണ്ടാകും. സ്വാഭാവികമാണ്. നമുക്കൊക്കെ ഉണ്ടാകുന്ന അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള അടുപ്പമുള്ള, കുറേ കൂടി വൈകാരികമായ അടുപ്പമുള്ളവർക്കുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അതിവൈകാരികത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടിപ്പിച്ചത്? എന്തുവേണ്ടിയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നത്, മാധ്യമപ്രവർത്തകരെ കയർത്ത് സംസാരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെയോ ഇവർക്ക് ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ? എന്തിനു വേണ്ടി അത്ര വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്നുവരെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ സംസ്ഥാന പ്രസിഡന്റിനെ ഇദ്ദേഹം 2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി ആ പാർട്ടി എടുത്തോ, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ച ആ വ്യക്തി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ആ വേദന ഉണ്ടാകും, അമർഷം ഉണ്ടാകും, ഒരു സംശയവുമില്ല. ശരി, അവിടെ ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വേദനയോടുകൂടി എഴുതിയിരിക്കുന്നത് നമ്മുടെ ആൾക്കാർ എന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാർ എന്നേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ബാക്കി പുറത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ ഏതെങ്കിലും ഒരു സംവിധാനത്തെയോ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ആൾക്കാർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം അഭിസംബോധന ചെയ്യാനുള്ള ബാധ്യത BJPക്കാണെങ്കിലും സംഘപ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും ഇല്ലേ? ഈ വിഷയത്തിൽ ഈ മരണം ഉണ്ടായതിനു ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്താൽ സ്വാഭാവികമായും ആ മാധ്യമങ്ങൾ ആ വിഷയം കവർ ചെയ്യുമല്ലോ. അവിടേക്ക് എത്തിയ മാധ്യമങ്ങളോട് എങ്ങനെയാണ് BJP പ്രവർത്തകർ പെരുമാറിയിട്ടുള്ളത്? രാജീവ് ചന്ദ്രശേഖരനെ BJP അധ്യക്ഷനായതിനു ശേഷവും മുൻപും അറിയാം, കേരളം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ക്ഷുഭിതനായിട്ടുള്ള, ഇന്നലെ കൈവിട്ട സംസാരം അദ്ദേഹത്തിൽ നിന്ന് കണ്ടു, വാവിട്ട വാക്കുകൾ അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് നമ്മൾ കേട്ടു. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരും. എന്തിനാണ് BJP എന്ന പാർട്ടി ഇത്രയും പ്രകോപിതമാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്ന് ആരാണെങ്കിലും ചോദിച്ചു പോകും. അഭിലാഷേ, ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ എന്തിനാണ് ഇങ്ങനെ അതിവൈകാരികമായി പ്രതികരിക്കുന്നത്, പെരുമാറുന്നത് എന്ന്. ആ സാഹചര്യം അതിവൈകാരികമായതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ഈ രീതിയിലുള്ള ഒരു വേർപാടിൻ്റെ ഉൾക്കൊള്ളാനാവാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരോടാണ് പ്രകോപനപരമായ ചോദ്യങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നേ. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ല എന്ന്. നിങ്ങൾ എത്ര ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു. പെരുമാറി പോകും. കാര്യം പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യത്തിനോട് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാറായിട്ടില്ല. ആ ഡെഡ് ബോഡി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണത്. അവിടെ വെച്ച് ശരി, മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്.
അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതും അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ സമയവും സന്ദർഭവും ഒക്കെ നോക്കി ആ ഒരു പക്വതയോടെ വേണം മാധ്യമപ്രവർത്തകരും പെരുമാറാൻ എന്ന കാര്യത്തിലും അഭിലാഷിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചു പോകും. അതൊന്നും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി, അഭിലാഷ് ആയാലും ശരി, ഞാനായാലും ശരി, ചിലപ്പോൾ നരേന്ദ്രമോദി ആയാലും ശരി, അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ സിറ്റുവേഷനെ നമ്മളൊരു നോർമലായിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നതിൻ്റെ പ്രശ്നമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരിക്കെ തന്നെ അവിടെ ഷിഷാബു പ്രസാദ് ശരി, ഔദ്യോഗികമായിട്ട് വൈകാരികത ഇങ്ങനെ 1-2 ദിവസം കഴിയുമ്പോൾ കഴിയും. പക്ഷെ മരിച്ച മനുഷ്യന് നീതി ഉറപ്പാക്കുക എന്നുള്ളത് കൂടി ആ വൈകാരികതയുടെ ഭാഗമാകേണ്ടേ? ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കാനായിരിക്കില്ലല്ലോ ഈ സഹകരണ സംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, അപ്പോൾ അദ്ദേഹം ഈ വായ്പ കൊടുത്തിട്ടുള്ള ആളുകളാവട്ടെ, അതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളാവട്ടെ, അദ്ദേഹത്തിൽ വിശ്വസിച്ച പാർട്ടിയിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ പറ്റിച്ച് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. ഇല്ലല്ലോ. അതിൻ്റെ അകത്ത് ആർക്കും അഭിലാഷ ഇത്ര തർക്കവും സംശയവും ഉള്ളത്? ഇതെല്ലാം ഓൺ റെക്കോർഡുള്ള വായ്പ എടുത്തവരുടെയും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്തവരുടെയും ഇതെല്ലാം ഓൺ റെക്കോർഡുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ ഈ ഒരു ഒറ്റ ദിവസം ആ മനുഷ്യൻ്റെ ഡെഡ് ബോഡി അവിടെ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് മര്യാദയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതെല്ലാം ഇവിടെ ഉണ്ട്. മുഴുവനും പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ പോലീസുണ്ട്, അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. എല്ലാം തീർച്ചയായും അദ്ദേഹത്തിന് നീതി കിട്ടേണ്ടതാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നാം അറിയേണ്ടതാണ്. ഇതിനൊക്കെ നമ്മുടെ മുമ്പിൽ സമയം കിടക്കുകയല്ലേ അഭിലാഷേ? പിന്നെ ഇവിടെ ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാലും രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നുവെന്ന്. ഈ സംഭവത്തിൽ നിങ്ങൾ കണ്ടാണ് അവിടെ ആ ഒരു സന്ദർഭത്തിൽ ചെന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു, രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിച്ചു. ആ ഒരു ക്ലിപ്പും വെച്ചുകൊണ്ട് എന്തെല്ലാമാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിൻ്റെ അകത്തൂടെ വരുന്നതും. ഇതിൻ്റെയൊക്കെ പേരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന്. ഇതിൻ്റെ പേരാണ് ഒരു മരണത്തിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ BJPയെ ഈ ഒരു സംഭവം വെച്ചിട്ട് രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും മുതലെടുക്കാനും ശ്രമിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോലും അതിനോട് പ്രതികരിക്കാൻ നിർബന്ധിതമായി മാറുന്ന ഒരു പാർട്ടിയാണ് അവർ. ഒന്ന് ആലോചിക്കുക, എത്രമാത്രം വലിയ സമ്മർദ്ദത്തിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ അകത്ത് ഓരോരുത്തരും നിൽക്കുക എന്ന്. അദ്ദേഹത്തിന് തിരുമല ഈ സംഭവത്തിൻ്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സൊസൈറ്റിയുടെ അവസ്ഥ എന്താണ്, ഇതെല്ലാം പുറത്തു വരേണ്ടതാണ്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ശരി, അതിൻ്റെ ആർക്കാ ഇത്ര തർക്കമുള്ളത്? ശരി, ഓക്കെ. അത് ആ ചിത ഉണങ്ങുന്നതിന് മുമ്പ്, ആ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ വേണം അത് ചർച്ച ചെയ്ത് ഇവിടെ മുഴുവനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ പേരാണ് അഭിലാഷേ രാഷ്ട്രീയ മുതലെടുപ്പ്, രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്ന്. ശരി, ഇവിടെ ശ്രീ ഷിജു ഖാൻ, രാഷ്ട്രീയ മുതലെടുപ്പും രാഷ്ട്രീയ ദുഷ്ടലാക്കും ആർക്കാണ്? ഇവിടെ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള, സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള, സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തിരുമല അനിലിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ BJPയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. കുറച്ച് അയൽവാസികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് വെക്കാം. അപ്പോൾ ഇതവിടെ ആഭ്യന്തരമായി ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. വലിയ കടം വന്നു, എടുത്താൽ പൊങ്ങാത്ത ബാധ്യത തിരുമല അനിലിന് അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് വന്നു എന്നുള്ളതും വസ്തുതയാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഈ ചിത കത്തുന്നതിന് മുൻപ് തീർക്കണോ അല്ലെങ്കിൽ അതിൽ പരിഹാരം ഉണ്ടാക്കണോ എന്നാണ് BJP ചോദിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ശ്രീ അനിലിൻ്റെ വീട്ടിലെത്തുമ്പോൾ അനിലിൻ്റെ ഭാര്യ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. നിങ്ങളാരും സംരക്ഷിച്ചില്ല, നിങ്ങൾ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ, സപ്പോർട്ടെങ്കിലും ചെയ്തിരുന്നേൽ എൻ്റെ അനിച്ചേട്ടൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണ്, അധികാരമോഹിയല്ലാത്തത് കൊണ്ടാണ് ഈ ഗതി വന്നത്. അനിച്ചേട്ടൻ അവസാനം വന്ന ഫോൺ ആരുടേതെന്ന് അന്വേഷിക്കണമെന്നും ഒരു സഹധർമ്മിണി അഭിപ്രായപ്പെടുകയാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു അന്വേഷണം വരുന്നു, ഇതല്ല പ്രശ്നം. മരണമടയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു സംഭവം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അത് പിന്നെ മുണ്ടേല രാജീവ് ഗാന്ധി
റെസിഡൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകൻ കൂടിയായിരുന്ന ആനാട് ശശിയണ്ണൻ, ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി ഒരു 20 വർഷത്തെ പരിചയമുള്ള വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ് ശശിയണ്ണൻ. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും അതിൻ്റെ ഭാഗവുമായിരുന്നു, മനോരമയുടെ ലേഖകനായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. 1.62 കോടി രൂപ ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച് അത് തിരിച്ചു കിട്ടാതെ പല വഴികളിലൂടെ ഒക്കെ ലഭിച്ച ശരിയായ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ശിഷ്ടകാലം പിന്നെ ലഭിച്ച ആ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 1.62 കോടി രൂപയാണ്. അവിടെ വഞ്ചിക്കപ്പെടുന്നു, അത് എടുക്കാൻ കഴിയുന്നില്ല. സംഘത്തിൻ്റെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തന്നെ പ്രസിഡന്റ് മോഹനകുമാരൻ നായർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യുന്നു. വളരെ കൃത്യമായി ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൊതുസമക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫാം സൊസൈറ്റി, ഡിസ്ട്രിക്ട് ഫാം ടൂറിസം സൊസൈറ്റിയെ സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില വസ്തുതകൾ വന്നിട്ടുണ്ടല്ലോ. ചില പരാതികൾ ഉയർന്നു വന്നപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്നൊരു സൊസൈറ്റിയാണ്. ഇപ്പോൾ വ്യക്തിപരമായി ശ്രീ അനിലിൻ്റെ തലയിൽ മാത്രം ഇതിൻ്റെ ഉത്തരവാദിത്വം വയ്ക്കാൻ BJP ശ്രമിക്കുമ്പോൾ BJPയുടേതല്ലെന്ന് പറയുമ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ സൊസൈറ്റിയെ സംബന്ധിച്ച പരിശോധനയിൽ എന്താ നടന്നത്? സഹകരണ നിയമം 66 വകുപ്പ് അനുസരിച്ച് നടത്തിയ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി നേരത്തെ. എന്താ അതിൽ പറയുന്നത്? ആ റിപ്പോർട്ട് പ്രകാരം നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി, നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ നൽകിയ ഇനത്തിൽ 14,14,086 രൂപ സംഘത്തിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആയത് തിരികെ പിടിക്കണം, 18% പലിശയോടുകൂടി തിരിച്ചു പിടിക്കണം. തസ്തികയുടെ അനുവാദമില്ലാതെ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ചതിലും കമ്മീഷൻ നൽകിയ ഇനത്തിലും താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയ ഇനത്തിലും 1,18,86,819 രൂപ സംഘത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഈ പണം തിരിച്ചു പിടിക്കണം. വകുപ്പിന്റെ അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് വഴി 12,59,516 രൂപ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. സഹകരണ നിയമത്തിനും സംഘം നിയമാവലിക്കും വിരുദ്ധമായി C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയത് വഴി 2,54,14,048 രൂപ കുടിശ്ശിക ആയി. ഇതടക്കമുള്ള ഗൗരവതരമായ പരാമർശങ്ങൾ സംഘം നടത്തി വരുന്ന പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ 4,11,94,000 രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. ഇത്തരം വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് നിയമത്തിലെ 66 വകുപ്പ് പ്രകാരം നടത്തിയ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ശ്രീ അനിലിനെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ്, ഭരണസമിതിയുമായി BJPക്ക് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ വളരെ വൈകാരികമായ സന്ദർഭമാണെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായ ഒരു ഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ അതിനു മുമ്പ് പോയി കണ്ടിട്ടും സഹായിക്കാതെ, ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞാൽ ഇത്തിരി കടന്നു പോകും. പക്ഷേ ഈ സംഭവം വെളിപ്പെടുത്തുന്നത് എന്താ? ഇപ്പൊ നിങ്ങൾ പറയുന്നു, ഞാൻ ഷാബു പ്രസാദിന് വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ഈ സംഘവുമായിട്ട് BJPക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതിൻ്റെ സകലമാന ഭാരവും ശ്രീ അനിലിന്റെ തലയിൽ വെക്കരുത്. BJP നേതാക്കന്മാർ ആരൊക്കെ വായ്പ എടുത്തു, ആരൊക്കെ തിരിച്ചടച്ചില്ല, ആരൊക്കെ കുടിശ്ശിക വരുത്തി, ആരൊക്കെ നിയമവിരുദ്ധമായി അവിടെ ജോലിക്ക് കയറി, ഇതൊക്കെ പൊതുസമക്ഷം ചർച്ച ചെയ്യണ്ടേ? ശരി. ശ്രീ RV രാജേഷ്, ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ആനാട് ശശിയുടെ കാര്യം പറഞ്ഞു. വയനാട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ 5 കോൺഗ്രസ് നേതാക്കൾ ആത്മഹത്യ ചെയ്ത സമീപകാല പശ്ചാത്തലം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ ഭാഗമായി വരുന്ന ബാധ്യതകൾ വ്യക്തിപരമായി ഉത്തരം പറയേണ്ട ഘട്ടത്തിലെത്തുമ്പോൾ പല ആളുകളും ജീവനൊടുക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. സമീപകാലത്ത് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നിൽക്കാൻ അറിയാത്ത, അതല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മെയ്വഴക്കമൊക്കെ പ്രധാനമാണല്ലോ, അതത്ര ഇല്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് വിചാരിച്ചു പോവുകയും മരിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് DCCയുടെ ട്രഷററായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പൊക്കെ ഇതുപോലെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇതൊരു പൊതുവിഷയമായി ഉൾക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരു വിലയിരുത്തൽ നടത്തേണ്ട സമയമായോ?
തീർച്ചയായും വേണ്ടി വരും. അത്തരത്തിലേക്ക് സാധാരണ നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, ഈ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകരാരും ആത്മഹത്യ ചെയ്യില്ല എന്ന്. അങ്ങനെയായിരുന്നു നമുക്ക്. കാരണം ഒരുപാട് വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ഇതുപോലുള്ള ഒരുപാട് രീതിയിലേക്കുള്ള ആളുകളെ കാണുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത്. അതും തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എല്ലാ പാർട്ടികളും ആ വ്യക്തികൾ ഒരു സഹകരണ സംഘത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ തീർച്ചയായും ഷിജു ഖാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ ഉണ്ടേല മോഹൻ പ്രസിഡൻ്റായിരുന്ന ഒരു സഹകരണ സംഘത്തിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ആ പ്രസിഡൻ്റായ ഉണ്ടേല മോഹൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് ശ്രീ ആനാടി ശശി അവിടെ ഒരു നിക്ഷേപകനായിരുന്നു. അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പോലും പണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. അതിനുശേഷം അദ്ദേഹം അസുഖബാധിതനായി. ആ ഒരു മാനസിക വ്യഥ കാരണം അദ്ദേഹം മരിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ വയനാട് അടക്കമുള്ള കാര്യങ്ങളിൽ വന്നപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും അതിനുശേഷം വിവാദമുണ്ടായി എങ്കിൽ പോലും ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു നടപടി കോൺഗ്രസ് എടുത്തു. അവർക്ക് ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുള്ളതാണ് ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരുമകളടക്കമുള്ളവർ, ശ്രീ വിജയേട്ടൻ്റെ മരുമകളടക്കമുള്ളവർ കോൺഗ്രസ് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചപ്പോൾ പോലും ഞങ്ങളൊരു നിലപാടെടുത്തു. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കടം വീട്ടും എന്നുള്ള നിലപാടെടുത്തു. അതിൽ എല്ലാം വീട്ടും. വളരെ കുറച്ച് പണം മാത്രമേ കൊടുക്കാനുള്ളൂ. അതുൾപ്പെടെ ഇപ്പോഴും CPM സഹായിക്കാൻ രംഗത്ത് വന്നപ്പോൾ പോലും അത് ഞങ്ങൾ വീട്ടുമെന്നുള്ള നിലപാട് തന്നെ കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്കുള്ള തീരുമാനമെടുക്കാൻ ആർക്കൊക്കെ കഴിയുന്നു എന്നുള്ളിടത്താണ് ഇവിടെ ചോദ്യം. ഇവിടെ ഇപ്പോൾ ഈ ശ്രീ തിരുമല അനിലിൻ്റെ വന്നപ്പോൾ ഈ സഹകരണ സംഘത്തിലെ ആ സംഘത്തിലെ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഷിജു ഖാൻ പറഞ്ഞല്ലോ, ആ സംഘത്തിൽ ഒരുപാട് സംഘങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് ആണല്ലോ സഹകരണ മേഖല ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്? പക്ഷേ ഇവിടെ ഈ സഹകരണ മേഖലയിൽ നിന്ന് പണം അപഹരിച്ചിട്ട് പോയ ആളുകൾ സമൂഹ മധ്യത്തിൽ വളരെ മാന്യന്മാരായി നിൽക്കുകയല്ലേ. ഇപ്പോൾ കണ്ടലയിലെ വിഷയം എടുക്കാം. കണ്ടലയിൽ ED അന്വേഷണം നടന്നു. ഇതൊക്കെയായി ഇത്രയധികം ആളുകളുടെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടു. അവിടെ യഥാർത്ഥത്തിൽ ആ ഭരണസമിതിയിലുള്ള ആളുകൾ പണം അപഹരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കണ്ടലയിലെ വിഷയമാവട്ടെ, ആര്യനാട് ബാങ്കിലെ വിഷയമാവട്ടെ, ഇത്തരം വിഷയങ്ങളിൽ അപഹരണം നടത്തിയ ആളുകൾ വളരെ സ്റ്റേണായി നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്. പക്ഷേ ഇല്ലാത്ത ആളുകൾ, ഒരുപക്ഷെ നേതൃത്വത്തിലിരുന്ന് മറ്റ് മാർഗമില്ലാതെ നിൽക്കുന്ന ആളുകൾ, പാർട്ടിയുടെയോ രാഷ്ട്രീയ സഹായമില്ലാത്ത ആളുകൾ, ശ്രീ അനിലിനെ പോലെ അല്ലെങ്കിൽ മുണ്ടേല മോഹനെ പോലെ പല ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു നിൽക്കുന്നു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യത്തെ സംഭവമല്ല. നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആര്യനാട് പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ ശ്രീജ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തത്. എന്താണ് കാരണം? നമ്മളിപ്പോൾ ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ ഈ മരണത്തെ കൊത്തിപ്പറിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽ CPM ആണ് അവിടെ കാരണം. CPM ആണ് അവർക്ക് വ്യക്തിപരമായി കടമുണ്ടായിരുന്നു. ആ കടം വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ അവർ മറ്റ് ലോണുകൾ എടുത്ത് ആ വ്യക്തിപരമായ കടം വീട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു ശ്രീജ എന്ന് പറയുന്ന കോട്ടയ്ക്കകം വാർഡിലെ മെമ്പർ. പക്ഷേ അവരുടെ വീടിന് മുന്നിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി യോഗം വെച്ച് കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്ന് പറഞ്ഞ് അവർക്കെതിരെ വ്യാപകമായി പോസ്റ്റർ ഒട്ടിച്ച് അങ്ങനെയുള്ള അത്രയധികം അവരെ മാനസികമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അവർ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. അവർ യോഗം വെച്ച് ഇത്രയധികം അവരെ കുടുംബത്തെയും അവരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച്, എന്നിട്ട് അതിലെന്ത് നടപടിയെടുത്തു എന്നൂടെ കൂടി പറയണം. അവിടെ അതിന് ഉത്തരവാദിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെയുള്ള CPMന്റെ നേതാക്കന്മാർ, അവർക്കെതിരെ ഈ മരണപ്പെട്ട പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവ്, മകൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി പോലും രേഖപ്പെടുത്താൻ തയ്യാറായില്ല. രണ്ടാമത് FISൽ അത് അഡീഷണലായി ചേർത്ത് ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് വ്യക്തിഹത്യയിലേക്ക്, അവരെ ജീവിതത്തിൽ നിന്ന് പിന്നെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, സമൂഹത്തിൽ ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അപമാനിക്കുന്ന സ്വഭാവം ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത്തരം ആത്മഹത്യകൾ നടക്കുന്നു. അതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോഴും ഈ നിമിഷം വരെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയാത്തത്? നമുക്കൊരു കുടുംബം, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുതെന്നാണ് തിരുമല ആ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബം. എല്ലാവർക്കും അതാണല്ലോ ഏറ്റവും പ്രധാനം. എത്ര രാഷ്ട്രീയ പ്രവർത്തനം, എത്ര സമൂഹം ഉണ്ടെങ്കിലും അവരുടെ കുടുംബം പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്, എൻ്റെ മക്കളെ ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനം ആ ചിന്ത പോലും അങ്ങനെയുള്ള ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ ആ കുടുംബത്തിന് നീതി ലഭ്യമാകണ്ടേ?
ആ കുടുംബത്തിന് തൻ്റെ പിതാവ് ആ മകൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം ചെയ്ത ഫോട്ടോയൊക്കെ ഇന്ന് പത്രത്തിൽ വരുന്നത് വളരെ വളരെ ഹൃദയഭേദകമായ രംഗങ്ങളാണ്. ആ മകളുടെ ഒരു മാനസികാവസ്ഥ, ഭാര്യയുടെ മാനസികാവസ്ഥ, കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ അത് മനസ്സിലാക്കാൻ വേണ്ടി, ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ വേണ്ടി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രഥമമായ കർത്തവ്യമുണ്ടെന്നേ, പ്രഥമമായ ഉത്തരവാദിത്വമുണ്ട്. അവർ പോലും അത് ആവശ്യപ്പെടുന്നില്ല. അവർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു. അതിന് ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് പോകാനും അതിൽ പരിഹാരമുണ്ടാക്കാനും ഇത്ര വൈകാരികമായി പ്രതികരിച്ച രാജീവ് ചന്ദ്രശേഖർ, അതിൻ്റെ ഒരു ചെറിയ വൈകാരികത കാണിച്ചാൽ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ, ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണെന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് ഒരു മനുഷ്യത്വത്തോട് സമീപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തോട് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഈ ബാങ്കിന്റെ ഈ സഹകരണ സൊസൈറ്റിയുടെ കടബാധ്യത എല്ലാം കൂടി BJP സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏറ്റെടുക്കണമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരാൾ പ്രതിസന്ധിയിലാവുമ്പോൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു, BJP പ്രവർത്തകരുടെ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു. ഈ മരണപ്പെട്ടു പോയ ആളുടെ ഭാര്യ അവർ നിലവിളിക്കുന്നത് നമ്മളൊക്കെ കേട്ടതല്ലേ നേതാക്കളോട്. കരമന ജയനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ അവിടെ പോയല്ലോ, നിങ്ങളുടെയൊക്കെ അടുത്ത് ചേട്ടൻ വന്നതല്ലേ എന്ന് അവരലമുറയിടുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾ. എന്തുകൊണ്ട് പാർട്ടിക്ക് അനിലിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല? ഒരാശ്വാസമായെങ്കിലും ഈ പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്തു വരൂ, ഞങ്ങളുടെ വൈകാരിക പിന്തുണയെങ്കിലും ഉണ്ടാകുമെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആത്മവിമർശനപരമായി ഈ മണിക്കൂറുകളിലെങ്കിലും ചോദിക്കണ്ടേ ശ്രീ ഷാബു പ്രസാദ്? എന്ന് ആര് പറഞ്ഞു അഭിലാഷ ഇങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി വേണ്ടത് ചെയ്തിട്ടില്ല എന്ന്? വളരെ ഞാൻ അറിയുന്ന ഒരു BJP പറഞ്ഞിട്ടുമുണ്ട്. കാര്യം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക മീറ്റിംഗ് കൂടി, അവിടെ ഇത് ചർച്ച ചെയ്തു, ലോൺ എടുത്തവരുടെ നേരിട്ട് സമീപിച്ച് ആ ലോണുകൾ പെട്ടെന്ന് തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു, അതിനുള്ള ഫോളോ അപ്പുകൾ നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ഇത് ഘട്ടം ഒരു വലിയൊരു പ്രതിസന്ധിയാണിത്. അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തീർക്കാൻ കഴിയുമോ? അതങ്ങനെ തീർന്നു, അങ്ങനെ കൈകാര്യം ചെയ്ത് തുടങ്ങിയതാണത്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ പലരും ആത്മഹത്യ ചെയ്ത കാര്യം, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രസ്ഥാനത്ത് ഈ ഒരു അവസരം മുതലെടുത്ത് നാണം കെടുത്തി മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവമാണത്. സിറ്റുവേഷനിലൂടെ തനിക്കും കടന്നു അനിലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായേക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് പറഞ്ഞു വരുന്നത് അല്ല. അത് ഒരു കാര്യമുണ്ട്, ഇത് കൺമുമ്പിൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നേ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ സംശുദ്ധനായ, വളരെ ഇമേജുള്ള, വളരെ വളരെ എതിരാളികൾക്കൊക്കെ വളരെ വെല്ലുവിളിയായിട്ടുള്ള ശക്തനായ ആ രീതിയിലുള്ളൊരു നല്ലൊരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ, തങ്ങളുടെ എതിർപ്പാളയത്തിൽ ആ രീതിയിലുള്ള പൊതുപ്രവർത്തകരെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടി നയമായി സ്വീകരിച്ച പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. അങ്ങനെ ഒരു ഗതിയിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ ഒരു ക്രെഡിബിലിറ്റി, ആ ഒരു ഇമേജ് തൻ്റെ കുടുംബത്തിന് താൻ കാരണം ഉണ്ടായേക്കാവുന്ന ഈ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനെ അതിജീവിക്കണമായിരുന്നു. അത് തന്നെയാണ് ഈ വിഷയം വലിയ വിഷയമായി വരുമ്പോൾ അത് CPM ഒരു രാഷ്ട്രീയ വിഷയമാക്കുകയും അവരുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ട് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാം BJPക്ക്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ അതിന്റെ നേതൃത്വത്തിന് ഈ സൊസൈറ്റിക്ക് ഇങ്ങനെ കുഴപ്പം വന്നു, പക്ഷേ നമുക്കത് പരിഹരിക്കാമെന്ന ഒരു അഷുറൻസ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അദ്ദേഹം പാർട്ടി നേതാക്കളുമായിട്ടാണല്ലോ ചർച്ച നടത്തിയത്. അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കളുമായിട്ടല്ല ചർച്ച നടത്തിയത്, സ്വന്തം പാർട്ടിയുടെ നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയത്. ആ പാർട്ടിക്ക് അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുമായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അഭിലാഷെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. BJP ഇതിൻ്റെ അകത്ത് സംഘടനാപരമായി തന്നെ ഇടപെട്ടിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു, ഫോളോ അപ്പുകൾ ചെയ്തിരുന്നു. ലോൺ എടുത്തവരെയും അങ്ങനെയുള്ളവരെയൊക്കെ നേരിട്ട് കണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
മനുഷ്യൻ പിന്നെ എപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മനുഷ്യ മനസ്സാണ് അഭിലാഷേ. അത് നമുക്ക് ചില സമയത്ത് ചില പ്രത്യേക നിമിഷങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് കൈവിട്ടു പോകും. BJP ഇതൊന്നും ചെയ്തില്ലായിരുന്നു എന്നാണോ? അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഇവിടെ ഷിജു ഖാൻ പറയുന്നു, ഇപ്പം താങ്കളും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ അലമുറയിട്ട് കരഞ്ഞത് കേട്ടില്ലേ. ഏത് സന്ദർഭത്തിലാണെന്നേ ചെയ്യുന്നത്? ഏത് സന്ദർഭത്തിലാണ്? ആ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ നോർമലായിട്ടിരിക്കുന്നൊരവസ്ഥയാണോ അത്? മനുഷ്യന് നോർമലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നൊരവസ്ഥയാണോ അത്? ആ ഒരു അവസ്ഥയിൽ പറയുന്ന വാക്കുകളെയും അല്ലെങ്കിൽ ആ പ്രതികരണങ്ങളെയും ഒക്കെ ഇതുപോലെ വന്നിരുന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു മിനിമം വലിയ വേണ്ട, ഒരു വേണം അഭിലാഷേ. ശ്രീ ഷാബു പ്രസാദ്, ആ കുടുംബത്തിന്റെ വികാരം മറ്റൊരു പാർട്ടിയോടോ കോൺഗ്രസിനോടോ CPM-നോടോ പോലീസിനോടോ സർക്കാരിനോടോ ഒന്നും അല്ല, സ്വന്തം നേതാക്കളോടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകണ്ടേ? അതൊരു അടിസ്ഥാന വസ്തുതയല്ലേ സാർ? അതെ, അവർക്ക് അവരോടെ പറയാൻ പറ്റുള്ളൂ. അതെ, ഏറ്റവും അടുപ്പമുള്ളവരോട് മാത്രമേ ആ രീതിയിൽ വൈകാരികമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയൂ. അങ്ങനെ ഏറ്റവും അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ചെയ്തതും. ആ പ്രതികരണത്തെയാണോ നിങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്? വ്യാഖ്യാനമല്ലല്ലോ, വളരെ പ്ലെയിൻ ആയിട്ട് പറയല്ലേ ചെയ്തത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഷിജു ഖാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം അഭിലാഷേ. ഷിജു ഖാൻ അത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങേക്ക് മനസ്സിലാവാത്തത് എന്ന് എനിക്കറിയില്ല. BJP-യുടെ ഒരു പ്രവർത്തകൻ മരിക്കുമ്പോൾ ആ കുടുംബം അവർ വളരെ വോക്കലായി പുറത്തു വന്ന് വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ പ്രതികൂട്ടിലൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ അവരുടെ വികാരം, അവർ പ്രകടിപ്പിച്ച വികാരം പാർട്ടിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ടും പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി, അദ്ദേഹത്തെ റീഅഷ്വർ ചെയ്ത് അദ്ദേഹത്തെ ജീവിതത്തിൽ തുടരാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ വികാരം. അത് നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ്. അതെനിക്ക് പറയണ്ടേ? അതാണല്ലോ പറഞ്ഞത്. ആ സന്ദർഭം കൂടി നിങ്ങൾ ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്ക്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നോർമലായ രീതിയിൽ അവർ ബിഹേവ് ചെയ്യാൻ, നോർമലായ രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുപോലെയോ ഇതിനോട് സമാനമായോ സന്ദർഭങ്ങളൊക്കെ ഒരുപക്ഷെ അഭിലാഷം കടന്നു വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയായിരിക്കും ആ സമയത്തൊക്കെ പ്രതികരിക്കുക? ഓരോ സമയത്തുണ്ടാവുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള മരണത്തിന്റെ സന്ദർഭത്തിലുള്ള വൈകാരിക പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് കുടുംബാംഗങ്ങൾ എന്നുള്ളതാണ് ഷിജു ഖാൻ അക്കാര്യത്തിൽ ഷാബു പ്രസാദിന്റെ മറുപടി. ഇവിടെ ഞാൻ നോക്കുന്നത് കേവലമായ പ്രശ്നം നീതിയുടേതാണ്. ഒരു മനുഷ്യൻ മരിച്ചു മുകളിൽ നിൽക്കുന്ന മനുഷ്യനല്ലേ, അദ്ദേഹം വഞ്ചിക്കപ്പെടുകയും പറ്റിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന് ഉത്തരവാദികളായ ആളുകൾ പുറത്തേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിലേക്ക് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന നീതി എന്ന് എനിക്ക് തോന്നുന്നു. അക്കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് എതിരെ ഒരു ആന്റിസിപ്പേഷൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും നാളെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അദ്ദേഹത്തിന് എന്നൊരു ആരോപണം വന്നു. പിന്നെ അഭിലാഷേ, ശ്രീ ഷാബു പ്രസാദും പിന്നെ ഇവിടെ ശ്രീ രാജേഷും ഒന്നും പറഞ്ഞത് ശരിയായ കാര്യമല്ല. നമുക്കൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ എത്രയോ സുഹൃത്തുക്കൾ വ്യത്യസ്ത പാർട്ടികളിലുണ്ട്, എത്രയോ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നവരുണ്ട്. നമ്മൾ അവരോടൊപ്പം ചായ കുടിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ അവരുടെ വീട്ടിലെ ഒരു പ്രയാസമോ ദുരിതമോ ഉണ്ടായാൽ അതിനെ ആശ്വസിപ്പിക്കുന്നതിനോ ഒക്കെ എന്തെങ്കിലും ഒരു തടസ്സം കേരളീയ സമൂഹത്തിലുണ്ടോ? അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ ഉടൻ പിന്തുടർന്ന് വേട്ടയാടി അവരെ തകർത്ത് നശിപ്പിക്കാമെന്നൊരു നിലപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ സൂക്ഷിക്കുന്നുണ്ടോ ഷാബു പ്രസാദ്? ഇവിടെ അങ്ങനെ ഒരു അഭിപ്രായമല്ലേ പറഞ്ഞത്? ഇവിടെ ഞാൻ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞു. അല്ല ഷാബു പ്രസാദ്, ഞാനൊന്ന് പറയട്ടെ. ശ്രീ തിരുമല അനിൽകുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തെ CPIM-ഓ പോലീസോ ഗവൺമെൻറ്റോ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടിയെന്നോ സമ്മർദ്ദപ്പെടുത്തിയെന്നോ ഉള്ള അഭിപ്രായം ഇല്ലല്ലോ. പിന്നെ ഷാബു പ്രസാദിനേക്കാൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടുന്നത് ശ്രീ അനിൽകുമാറിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ വാക്കുകളുമാണ്. ഷാബു പ്രസാദെ, നിങ്ങൾ ഈ ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട് CPIM-ന്റെ മുകളിൽ ഇത് ചാരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ വിശ്വാസ്യതയുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, സഹധർമ്മിണിയുടെ വാക്കുകൾ. നിങ്ങളിപ്പോൾ പറഞ്ഞു നോർമൽ അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിക്കുമെന്ന്. ആര് പിന്തുടർന്ന് അപമാനിച്ചു ശ്രീ അനിൽകുമാറിനെ? ശ്രീ തിരുമല അനിൽകുമാറിനെ അപമാനിച്ചു? CPIM-ഉം ഇടതുപക്ഷവും അപമാനിച്ചോ? ഷാബു പ്രസാദെ, നിങ്ങളൊരു സാങ്കല്പികമായ ഉത്തരം കണ്ടെത്തുകയാണ് നിങ്ങൾ. പിന്നെ ഷാബു പ്രസാദ് പറഞ്ഞത് എന്താ? പാർട്ടി കമ്മിറ്റി കൂടി, പാർട്ടി ഇടപെട്ടു, പാർട്ടി ഇപ്രകാരം ചെയ്തു. ഷാബു പ്രസാദ് ഒന്നും ചെയ്തില്ല നിങ്ങളുടെ പാർട്ടി.
ഇപ്രകാരം സാമ്പത്തിക ഗുരുതരമായ ഒരു ക്രമക്കേടിന്റെ ഭാഗമായ ഒരു സ്ഥാപനത്തെ അവിടുന്ന് പണം അപഹരിച്ചെടുക്കുന്നതിന് തുല്യമായ ക്രിമിനൽ കുറ്റം നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്ത് ശ്രീ അനിൽകുമാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്രകാരം വെടിയില്ലായിരുന്നു. നിങ്ങൾ സഹായിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ സംരക്ഷിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങളൊന്നും നിങ്ങളുടെ പാർട്ടി സംരക്ഷിച്ചില്ല ഷാബു പ്രസാദെ. അതുകൊണ്ടാണ് BJPയുടെ ഔദ്യോഗിക നേതാക്കന്മാർ സംസ്ഥാനം മുതൽ വാർഡ് വരെ ഒരൊറ്റയാൾ ഈ ചർച്ചയിൽ വന്നൊരു അഭിപ്രായം പറയാത്തത്. നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ചിലപ്പോ ആ വിഷയത്തോട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. BJPയുടെ ഔദ്യോഗിക നിലപാട് വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടിരുന്നെങ്കിൽ, വായ്പ തിരിച്ചടയ്ക്കാൻ ഇടപെട്ടിരുന്നെങ്കിൽ, ഈ ക്രമക്കേടിന് പരിഹാരമുണ്ടാക്കാൻ നിയമപരമായ പോംവഴി സ്വീകരിക്കാം എന്നൊക്കെ BJP ഇടപെട്ടിരുന്നെങ്കിൽ, ഷാബു പ്രസാദെ, ഞാനും വൈകാരികമായി പറയുന്നു, ഇന്ന് BJPയുടെ നേതാക്കന്മാർ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണെന്ന് വിശദീകരിക്കും. നിങ്ങളുടെ പാർട്ടി, ഷാബു പ്രസാദ് അല്ല ഞാൻ, നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഇപ്രകാരമുള്ള സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ അവിടുത്തെ BJPയുടെ നേതാക്കന്മാർ ചെയ്തു. അവർ വായ്പ തിരിച്ചടച്ചില്ല. അവർ പിന്നെ പല ആളുകളുടെയും പേരിൽ പല ബിനാമി ഇടപാടുകൾ നടത്തി. അതിനൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിലൂടെ പുറത്തു വരണം. CPIM-നും ഇടതുപക്ഷ പാർട്ടികൾക്കൊന്നും യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഈ വിഷയത്തിലില്ല. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപ്രവർത്തകനാണ്, കഴിഞ്ഞൊരു 10-20 വർഷമായി ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള ആളാണ്. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ശ്രീ അനിൽകുമാറിന്റെ മരണത്തിലേക്ക് സമ്മർദ്ദപ്പെടുത്തിയ, തള്ളിവിട്ട, പ്രേരിപ്പിച്ച വിധം അവിടെ ക്രമക്കേട് നടത്തിയ BJP നേതാക്കന്മാരുടെ വിശദാംശം കേരളത്തിന് അറിയണം. പിന്നെ ഇവിടെ രാജേഷ് പറഞ്ഞു ആര്യനാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച്. ആര്യനാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ജനസ്വീകാര്യതയുള്ള CPIM-ന്റെ നേതാവാണ്, ഒരു സംശയം വേണ്ട. അവിടെ ഉണ്ടായ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഒരു കോൺഗ്രസിന്റെ നേതാവ് ഭീമമായ സാമ്പത്തിക ബാധ്യതയിലേക്ക് അവിടെ പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപ്രകാരം സാമ്പത്തിക ബാധ്യതയിലേക്ക് അവരെ തള്ളിവിട്ടതാണെന്നല്ലേ പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ CPIM-ന്റെ തലയിൽ ഇതൊക്കെ ചാരി എന്തിനാണ് നിങ്ങൾ അതിൽ നിന്ന്, ആ ഭാരത്തിൽ നിന്ന് ഒഴിയുന്നത്? CPIM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യവും ഇവിടെ ഇല്ല. പക്ഷേ ഇങ്ങനെയൊരു മരണമുണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ആശങ്കപ്പെടും. ഞങ്ങളൊക്കെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. ഈ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇന്നലെ വരെ നമ്മളോടൊപ്പം ജീവിച്ചൊരു മനുഷ്യൻ ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് BJPയുടെ സംഘടനാ പ്രശ്നമാണ്. അതുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ അഭിപ്രായം പറഞ്ഞാൽ അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് നിങ്ങൾ ആരോപിക്കരുത്. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു മരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വ്യക്തത വരുത്തിയേ മതിയാവും. അത് ഞങ്ങൾ ഉന്നയിക്കണം. ശ്രീ RV രാജേഷ്, ഇവിടെ ഇപ്പോ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളോ ആരെങ്കിലും ഒക്കെ ചാപ്പകുത്തലോ എന്നുള്ളതല്ല. അതിനപ്പുറത്ത് വളരെ ഗൗരവതരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആത്മാർത്ഥതയുള്ള മനുഷ്യർ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം എൻ്റെ തലയിലായാലോ എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യും. എന്നാൽ നിൽക്കാൻ കഴിയുന്ന ആളുകൾ, നല്ല രീതിയിൽ പൈസ അടിച്ചിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായ ആ സന്ദർഭത്തിൽ ചാടി അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ളതൊന്നുമല്ല, പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയം ഏത് പാർട്ടിയുടെ എന്നുള്ളതിനപ്പുറത്ത് പൊതുപ്രവർത്തനം നിഷ്കളങ്കമായി അല്ലെങ്കിൽ നിർമ്മമമായി ചെയ്യുന്ന മനുഷ്യർ ഈ തരത്തിൽ കുരുതി കൊടുക്കപ്പെടാൻ പാടില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അവിടെ കൃത്യമായി നീതിയുടെ പ്രശ്നം വരുമ്പോൾ, ഒരാൾ മരിച്ചുകൊണ്ട് ഈ പ്രശ്നം കഴിയില്ല, അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ ആരൊക്കെ എന്ന് വെളിവാക്കപ്പെടുമ്പോൾ മാത്രമേ അവിടെ ഒരു നീതി ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ മരണത്തിന്റെ വൈകാരികതയ്ക്കപ്പുറത്ത് എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തണ്ടേ? തീർച്ചയായും വേണം. അത് തന്നെയാണ് അഭിലാഷ ഞാൻ ആദ്യമേ പറയുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കുക അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ചിതയൊടുങ്ങുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ CPM പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ എല്ലാ വാർഡിലും പ്രതിഷേധ യോഗം നടത്തും. അടുത്തതായി ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ കാണുന്നത് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു മരണത്തെ ഈ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നത്? ഞങ്ങൾ പറയും കോൺഗ്രസ് ഇതിനകത്തൊരു ഏതെങ്കിലും രീതിയിൽ മാർച്ച് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ, ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? നമ്മൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ കക്കാൻ അറിയുന്ന ചില ആളുകൾക്ക് നിൽക്കാൻ അറിയാം, കക്കാൻ അറിയാത്ത ആളുകൾ, അവിടെ വളരെ ജെന്യൂനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊളിറ്റിക്സിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അഭിലാഷം അറിയാം. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ ഇതെല്ലാവരും അനുഭവിക്കുന്ന ആളുകളാണ്. ഒരു ലെവൽ
എത്തിയ ആളുകൾക്ക് ഒരുപക്ഷെ ആ അധികാരമോ മറ്റു സ്ഥാനങ്ങളിലോ നിൽക്കുന്ന ആളുകൾക്ക് അത്തരം പ്രതിസന്ധികൾ ഉണ്ടാവില്ല. പക്ഷെ ആ ലെവലിൽ എത്തുന്നതുവരെയുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകനെയും വേട്ടയാടാറുണ്ട്. അവരുടെ കുടുംബപരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അതിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വളരെ എക്സ്പെൻസീവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. മുമ്പത്തെ കാലഘട്ടത്തെ പോലെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ല. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കാനോ ഒക്കെ വളരെയധികം രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെലവേറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷിജു ഖാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ തമ്മിൽ ഒരുമിച്ച് ചർച്ച ചെയ്യോ ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ഷിജു ഖാനോ ഞാനോ RV രാജേഷോ ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം പോലെ അല്ല. ഇപ്പോൾ RV രാജേഷിന് ഒരു വിഷയമുണ്ടായാൽ, ഒരു പൊളിറ്റിക്കലായ ഒരു വിഷയമുണ്ടായാൽ അവിടെ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്നത് അത് എതിർ പാർട്ടികളായിരിക്കും. അത് പക്ഷേ ഷിജു ഖാൻ്റെ പാർട്ടി ആയിരിക്കും, അതല്ലെങ്കിൽ BJP ആയിരിക്കും. അവിടെ യാതൊരുവിധ മര്യാദയും, രാഷ്ട്രീയ മര്യാദയും ആരും കാണിക്കാറില്ല. അതിൻ്റെ ജെന്യൂനിറ്റി പലപ്പോഴും അന്വേഷിക്കാറില്ല. അത് തന്നെയാണ് ആര്യനാട് പഞ്ചായത്ത് സംഭവിച്ചത്. നമ്മൾ അവിടെ കണ്ടതാണ്. അതിനകത്ത് എന്ത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ സംഭവം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പുനർവിചിന്തനം രാഷ്ട്രീയ പാർട്ടികൾ നടത്തണ്ടേ? ഇത്തരം ആര്യനാട് നടന്ന സംഭവം, ആ സംഭവത്തിൽ അതിലെ പ്രതികളാര്, അവിടെ യോഗം വെച്ചവരാര്, അവിടെ ആ പഞ്ചായത്ത് അംഗത്തെ അവമാനിച്ചവരാര്, അവർക്കെതിരെ പോലീസിൽ പരാതിയില്ല, അതല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആരും പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് കൊള്ളസംഘമാണെന്നും കുറുവാ സംഘമാണെന്നും പോസ്റ്റർ എഴുതി ഒട്ടിച്ച് അവർക്കെതിരെ പരസ്യമായി യോഗം വയ്ക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണോ? അതേ ചിന്തിച്ചുള്ളൂ. അതിന് ഉത്തരവാദിയായവർക്കെതിരായി നിയമപരമായി നടപടിയെടുക്കണ്ടേ? ഇതേ സംഭവം തിരുമലാലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് നയിച്ച ആരൊക്കെയാണെന്നുള്ള അന്വേഷണം നടത്തണ്ടേ? അതിന് ഉത്തരവാദികൾക്ക് നടപടിയെടുക്കണ്ടേ? ഇതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, അവിടെ ഷാബു പ്രസാദ് ആരോപണം ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു പരിശോധന BJP ഇക്കാര്യത്തിൽ നടത്തേണ്ടേ? ഇപ്പോൾ പാർട്ടിയിൽ കൂടി വിശ്വസിച്ചിട്ടായിരിക്കും പല ആളുകളും ആ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. പാർട്ടിക്കാർ എന്ന വിശ്വാസത്തിലായിരിക്കും ആ സംഘം പലർക്കും വായ്പ കൊടുത്തിട്ടും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ നടന്നതെന്നൊരു പരിശോധന BJP നടത്തണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടേ? അതല്ലാതെ തിരുവനന്തപുരത്തെ BJP നേതാക്കള് ആരോടും ഒന്നും മിണ്ടാതെ വീടിനകത്ത് അടച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വിശദീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ അവർ? അഭിലാഷേ, ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, BJP ഇതിനെപ്പറ്റി വ്യക്തമായി പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. പിന്നെ രണ്ട്, BJP പറഞ്ഞത് BJP ഇത് വ്യക്തമാക്കണ്ടേ? BJP ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഇതിനു വേണ്ടിയിട്ട് എടുത്ത ഈ ഫോളോ അപ്പുകളുടെ കാര്യങ്ങൾ BJP ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് രണ്ടും ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് രണ്ടുമല്ലേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ഷിജു ഖാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ BJP നേതാക്കന്മാർ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് നമ്മളോട് പറയുമായിരുന്നു. ഷിജു ഖാനെ ഒരു കാര്യം മനസ്സിലാക്കുക, യാതൊരു മനുഷ്യത്വമോ മനസാക്ഷിയോ ഇല്ലാതെ ഇങ്ങനെ ഒരു വൈകാരികമായ ഒരു അവസ്ഥയിൽ വന്നിരുന്ന് നോർമലായിട്ട് സംസാരിക്കാൻ BJPക്കാർക്ക് അതിന് BJPക്കാർ അത്രയും ആയിട്ടില്ല. അതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക വൈഭവമാണത്. അതായത് എത്ര വലിയ കള്ളവും ഏതൊരു സന്ദർഭത്തിലും വന്നിരുന്ന് ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള വൈഭവം ഇവിടെ BJPക്കാർക്ക് ഇല്ല സാർ, ഇല്ല സഖാവേ. അവരത്രയും വളർന്നിട്ടില്ല എന്ന് കരുതിക്കോളൂ. അങ്ങനെയുള്ള ചില കുറവ് അല്ല, കള്ളം പറയാനുള്ള വൈഭവം ഇല്ലാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് പറയുമ്പോൾ വന്നാൽ കള്ളം പറയാനാണോ? അല്ല, കള്ളം പറയാനുള്ള വൈഭവമല്ല. അതായത് ഈ ഒരു വൈകാരികമായ ഒരു അവസ്ഥയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇവർ പറയുന്നത് മാതിരി ചിലപ്പോൾ ആ രീതിയിൽ പ്രതികരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലെ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അങ്ങ് തിരുവനന്തപുരത്തെ വിഷയങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. തിരുവനന്തപുരത്തെ BJPയുടെ വളരെ പ്രധാനപ്പെട്ട താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ വലിയ പ്രകോപിതരാണ്. അവർ വലിയ ആത്മസംഘർഷത്തിലാണ്. BJPയുടെ മുതിർന്ന നേതാക്കന്മാരടക്കം ഇപ്പോൾ പാലിക്കുന്ന നിശബ്ദതയും ഇപ്രകാരം ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട നിർബന്ധിതമായ ഒരു നീക്കവും, അതെല്ലാം ഇവിടുത്തെ പ്രാദേശിക BJP നേതാക്കന്മാർ, നിങ്ങൾക്ക് മാത്രം പരിചയമുള്ളവരല്ല, ഞങ്ങളുമായി പരിചയമുള്ളവരാണ്, സംസാരിക്കുന്നവരാണ്, അവരടക്കം പ്രകോപിതരാണ്. കാരണം ഇപ്രകാരം ഒരു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ നിർബന്ധിതമായി തള്ളിവിടപ്പെട്ടു എന്ന് അവർ കരുതുകയാണ്. നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല,
BJP-യുടെ നേതൃത്വം പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതൃത്വം കണ്ടില്ല. ഇപ്രകാരം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്രകാരം ഒരു മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ട സാഹചര്യത്തിൽ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. അത് ചർച്ച ചെയ്യണ്ടേ ഷാബു പ്രസാദ്? അപ്പോൾ ഇതൊക്കെ പറയാൻ ഞങ്ങൾ കള്ളം പറയാൻ വലിയ ശക്തിയുള്ളവരാണ്. ഷാബു പ്രസാദ് തെറ്റാണ്. ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി അങ്ങക്ക് അറിയാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ BJP-യുടെ നേതാക്കന്മാരോട് ചോദിക്കണം. അങ്ങനെയൊന്നും ഒരു മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരിക്കലും ഞങ്ങൾ ഉപയോഗിക്കില്ല ഷാബു പ്രസാദെ, ഒരിക്കലും ഉപയോഗിക്കില്ല. ശരി, എന്തായാലും തിരുമല അനിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് നീതി കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അദ്ദേഹം നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. അപ്പോൾ നീതി എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു മനുഷ്യൻ അങ്ങനെ എല്ലാ കടവും പേറി ഇല്ലാതായി പോവേണ്ട ആളല്ല. അതിന് BJP-ക്ക് കഴിയട്ടെ എന്ന് വിചാരിക്കാൻ വളരെ നന്ദി. ഷാബു പ്രസാദ്, ശ്രീ RV രാജേഷ്, ഡോക്ടർ ഷിജു ഖാൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.